Hello, welcome to Red Short Talks. സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു പ്രധാനപ്പെട്ട ട്രേഡ് പ്ലാൻ ആണ് നോക്കാൻ പോകുന്നത്. 2025 ഒക്ടോബർ 9 അന്ന് നിഫ്റ്റി 50 സൂചികയിൽ എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു പ്ലാൻ. നിങ്ങളുടെ കയ്യിലുള്ള ഈ രേഖ അതാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് നോക്കുന്നത്. ഇതിലെ പ്രധാന തന്ത്രങ്ങൾ എന്തൊക്കെ, സാധ്യതകൾ എന്തൊക്കെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? ഈ രേഖ ആദ്യം തന്നെ മാർക്കറ്റിന്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് എന്താ പറയുന്നത്? ഇതിൽ ആദ്യം കാണുന്നത് മാർക്കറ്റ് ഇപ്പോൾ ഒരു ബെയറിഷ് ട്രെൻഡിലാണ് എന്നാണ്. അതായത് താഴോട്ടാണ് പൊതുവെ ചലനം. അതിന് കാരണമായിട്ട് പറയുന്നത് ഈ അടുത്ത സമയത്ത് ഒരു ലോവർ ഹൈ, പിന്നെ ഒരു ലോവർ ലോ, അങ്ങനെ ഒരു പാറ്റേൺ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങുന്ന പോലെ ഒരു ഫീൽ അല്ലേ? അതെ. ആ ലോവർ ഹൈ ലോവർ ലോ സ്ട്രക്ചർ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ട്രെൻഡ് താഴോട്ടാണെന്ന് അതൊരു വ്യക്തമായ സൂചന നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്ലാനിൽ മറ്റൊന്നും കൂടി പറയുന്നുണ്ടല്ലോ. ഏകദേശം 25,050 തൊട്ട് 25,100 സോണില്ലേ, ആ ഒരു ഭാഗത്തേക്ക് വില എത്തിയപ്പോൾ ഒരു വീക്ക്നെസ് കാണിച്ചു, ഒരു ദുർബലാവസ്ഥ. അതായത് മുകളിലേക്ക് പോകാൻ നോക്കിയെങ്കിലും അവിടെ സെല്ലേഴ്സ്, വിൽക്കുന്നവർ കൂടുതൽ ശക്തരാവുന്ന ഒരു ചിത്രം കാണുന്നുണ്ട്. ശരിയാണ്. ഓരോ തവണ വില മുകളിലോട്ട് പോകുമ്പോഴും ഈ സെല്ലേഴ്സ് ആക്റ്റീവ് ആകുന്നു എന്ന് പ്ലാനിൽ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ആ ബെയറിഷ് വ്യൂ കുറച്ചുകൂടി സ്ട്രോങ് ആകുകയാണല്ലോ. തീർച്ചയായും. പിന്നെ അതിലും പ്രധാനപ്പെട്ട വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? ഈ വില ഇങ്ങനെ മുകളിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ ട്രേഡിംഗ് വോളിയം, അതായത് എത്ര അളവിൽ വ്യാപാരം നടക്കുന്നു എന്നുള്ളത്, അത് കുറഞ്ഞു വരുന്നുവെന്നാണ് ഈ രേഖ പറയുന്നത്. ടെക്നിക്കൽ അനാലിസിസിൽ ഇതൊരു പ്രധാന സൈനാണ്. സാധാരണഗതിയിൽ വില നല്ല ശക്തിയോടെ മുകളിലേക്ക് പോകുമ്പോൾ കൂടുതൽ ആളുകൾ വാങ്ങാൻ താൽപ്പര്യപ്പെട്ടു വരും. അപ്പോൾ വോളിയം കൂടുകയാണ് വേണ്ടത്. ഇവിടെ വോളിയം കുറയുന്നു എന്ന് പറയുമ്പോൾ ആ കയറ്റത്തിന് വേണ്ടത്ര ഒരു ഊർജമില്ല, അല്ലെങ്കിൽ പങ്കാളിത്തം കുറവാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ബലഹീനതയെ ഒന്നുകൂടി ഉറപ്പിക്കുന്നു. വാങ്ങുന്നവർക്ക് ഒരു ഉയർന്ന വില കൊടുത്തു വാങ്ങാൻ അത്ര താൽപ്പര്യമില്ല, അങ്ങനെ വേണമെങ്കിലും കാണാം. ഓക്കെ. അപ്പോൾ ഒരു ജനറൽ പിക്ചർ അത്ര പോസിറ്റീവ് അല്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വാങ്ങുന്നതിനെക്കുറിച്ച്, അതായത് ലോങ് പോങ്ങുന്നതിനെക്കുറിച്ച് ഈ പ്ലാൻ എന്ത് പറയുന്നു എന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ട്രെൻഡ് താഴോട്ടാണെങ്കിൽ അതിനെതിരെ കളിക്കുന്നത് കുറച്ച് റിസ്ക് ഉള്ള പണിയാണല്ലോ. പ്ലാൻ പറയുന്ന ഒരു കാര്യം, ഒരു സാധ്യതയുണ്ട്, പക്ഷെ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്, സ്ട്രിക്റ്റ് കണ്ടീഷൻസ്. വില 25,080 എന്നൊരു ലെവലില്ലേ, അത് തിരിച്ചു പിടിക്കണം. വെറുതെ പിടിച്ചാൽ പോരാ, നല്ല വോളിയത്തോടെ, അതായത് നല്ല രീതിയിൽ ട്രേഡിംഗ് നടന്ന് ആ ലെവലിന് മുകളിൽ വില പിടിച്ചു നിൽക്കണം, സ്റ്റേബിൾ ആവണം. അങ്ങനെ സംഭവിച്ചാൽ മാത്രം, ഓർക്കണം, മാത്രം വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കാമെന്നാണ് പറയുന്നത്. അല്ലാതെ ചെറുതായിട്ടൊന്ന് മുകളിലോട്ട് പോയാൽ പോരാ. അതിനുള്ള ലെവലുകൾ നോക്കിയാൽ എൻട്രി 25,100, അതും എപ്പോഴാണ്? ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ, അതായത് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഈ 25,100 മുകളിൽ ക്ലോസ് ചെയ്യണം. അതിനുശേഷം മാത്രം. പിന്നെ ടാർഗറ്റ് 1 25,160, ടാർഗറ്റ് 2 25,220, സ്റ്റോപ്പ് ലോസ്, അത് പ്രധാനം, 25,020. ഇതിന് താഴെ പോയാൽ 25,000 എന്ന ലെവലില്ലേ, അതൊരു പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണായിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. സോണെന്ന് പറയുമ്പോൾ അതൊരു പോയിന്റ് അല്ല, ഒരു ഏരിയയാണ്. കുറച്ച് മുകളിലും താഴെയും വരാം. മുമ്പൊക്കെ വില അവിടെ എത്തുമ്പോൾ താഴോട്ടുള്ള വീഴ്ച തടയുകയോ അല്ലെങ്കിൽ വാങ്ങുന്നവർ കൂടുതൽ വരികയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 27,000 അടുത്ത് നിന്ന് ഒരു ബൗൺസ്, ഒരു തിരിച്ചുകയറ്റം, അതിനൊരു സാധ്യതയുണ്ട്. ആ സാധ്യതയെയാണ് ഈ പ്ലാൻ ശരിക്കും ടാപ്പ് ചെയ്യാൻ നോക്കുന്നത്. പക്ഷേ ആ ബൗൺസ് സാധ്യതയുണ്ടെന്ന് പറയുമ്പോഴും നമ്മളിത് എങ്ങനെ അളക്കും? കാരണം ട്രെൻഡ് താഴോട്ടല്ലേ. അപ്പോൾ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനും സാധ്യതയുണ്ടല്ലോ. തീർച്ചയായും അതൊരു വലിയ സാധ്യതയാണ്. അതുകൊണ്ടാണ് ഈ പ്ലാൻ ഇത്രയും നിബന്ധനകൾ വയ്ക്കുന്നത്. ഈ 25,080 തിരിച്ചുപിടിച്ച് നല്ല വോളിയത്തോടെ അവിടെ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ബയ്യേഴ്സ്, വാങ്ങുന്നവർ മാർക്കറ്റിൽ അവരുടെ ശക്തി കാണിച്ചു തുടങ്ങിയെന്നാണ്. അങ്ങനെയൊരു ക്ലിയർ സിഗ്നൽ കിട്ടാതെ വെറുതെ 25,000 ഒരു സപ്പോർട്ടാണല്ലോ എന്ന് വിചാരിച്ച് ചാടിക്കയറി വാങ്ങുന്നത്, അത് ചിലപ്പോൾ അപകടമാവാം. ഈ പ്ലാൻ പറയുന്നത് ആ ഒരു തെളിവിന് ശേഷം മാത്രം എൻട്രി എടുക്കാനാണ്. ഈ കൺഫർമേഷൻ ക്യാൻഡിൽ എന്നുദ്ദേശിക്കുന്നത് ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽ ആയിരിക്കണം. അതിൻ്റെ ക്ലോസിംഗ് പ്രൈസ് 25,100 മുകളിലായിരിക്കണം. കൂടെ വോളിയം,
ആ സമയത്തെ വോളിയം സാധാരണയിലും കൂടുതലാണെങ്കിൽ അത് ആ സിഗ്നലിന് കൂടുതൽ വിശ്വാസ്യത നൽകും. ഇതൊരു ഉറപ്പൊന്നുമല്ല കേട്ടോ, മാർക്കറ്റിൽ ഒന്നിനും ഗ്യാരണ്ടിയില്ല. പക്ഷേ ഒരു സാധ്യതയുടെ ഒരു പ്രോബബിലിറ്റി കൂട്ടാനുള്ള ശ്രമം, അതാണ് ഈ കണ്ടീഷൻസ്. അത് വളരെ ക്ലിയറായി. ശരിയാണ്, ട്രെൻഡിനെതിരെ പോകുമ്പോൾ കൂടുതൽ സ്ഥിരീകരണം വേണം. ആ ഒരു തത്വം ഇവിടെ കാണാം. ഓക്കെ, ഇനി ഈ പ്ലാനിലെ ഒരു മെയിൻ സ്ട്രാറ്റജി എന്ന് പറയാവുന്നത്, അതായത് നിലവിലുള്ള ട്രെൻഡിന്റെ കൂടെ പോകുന്ന സ്ട്രാറ്റജി, വിൽക്കുന്നതിനുള്ള, ഷോർട്ട് സെൽ ചെയ്യാനുള്ള സാധ്യത. എപ്പോഴാണ് ഷോർട്ടിന് അവസരം എന്നാണ് പ്ലാൻ പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ആ 25,000-25,020 സോണില്ലേ, ആ സപ്പോർട്ട് ഏരിയ, അത് ബ്രേക്ക് ചെയ്താൽ, അതായത് വില അതിനും താഴെ പോയി ട്രേഡ് ചെയ്യാൻ തുടങ്ങിയാൽ ഷോർട്ട് പരിഗണിക്കാം എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെയും ഒരു കണ്ടീഷനുണ്ട്. വെറുതെ ബ്രേക്ക് ചെയ്താൽ പോരാ. സാധാരണ വില ഒരു പ്രധാന ലെവൽ ബ്രേക്ക് ചെയ്താൽ കുറച്ചു കഴിഞ്ഞ് തിരിച്ചു മുകളിലോട്ട് വന്ന് ആ ബ്രേക്ക് ചെയ്ത ലെവലിനെ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാൻ നോക്കും. അതിനെയാണ് റീടെസ്റ്റ് എന്ന് പറയുന്നത്. ആ റീടെസ്റ്റിൽ വിലയ്ക്ക് തിരിച്ച് ആ സോണിന് മുകളിലേക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ, അതായത് റീടെസ്റ്റ് പരാജയപ്പെട്ട് വീണ്ടും താഴേക്ക് തന്നെ പോകാൻ തുടങ്ങിയാൽ, അതാണ് ഷോർട്ട് എൻട്രി എടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം എന്നാണ് പ്ലാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഷോർട്ട് സ്ട്രാറ്റജിക്കുള്ള നിർദ്ദേശങ്ങൾ നോക്കാം. എൻട്രി 24,980 എന്ന ലെവലിൽ, അതും ഈ പറഞ്ഞ റീടെസ്റ്റ് നടന്ന് അത് ഫെയിലായി എന്ന് കാണിക്കുന്ന ഒരു സിഗ്നൽ, ഒരു ബെറിഷ് കാൻഡിലോ മറ്റോ കിട്ടിയതിനു ശേഷം. ടാർഗറ്റ് 1 24,900, ടാർഗറ്റ് 2 24,820, സ്റ്റോപ്പ് ലോസ് 25,060. ഒരുപക്ഷെ റീടെസ്റ്റ് സക്സസ് ആയി വില തിരിച്ച് 25,000 മുകളിലേക്ക് പോയാൽ ലോസ് ലിമിറ്റ് ചെയ്യാൻ ഈ ലെവൽ ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മൾ വലിയ ചിത്രത്തിൽ നോക്കുമ്പോൾ ഈ ഷോർട്ട് സ്ട്രാറ്റജി ഇപ്പോഴത്തെ ആ ബെയറിഷ് ട്രെൻഡുമായിട്ട് നന്നായി ചേരുന്നുണ്ട്. 25,000 എന്നുള്ളതൊരു പ്രധാനപ്പെട്ട മുമ്പത്തെ ഒരു സ്വിംഗ് ലോ ആയിരുന്നു. അതായത് വില അവിടെ നിന്നാണ് മുമ്പ് കാര്യമായിട്ടൊന്ന് തിരിച്ചു കയറിയത്. അപ്പോൾ ടെക്നിക്കലി അങ്ങനെ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് വില അതിന് താഴെ നിൽക്കാൻ തുടങ്ങിയാൽ അതിനർത്ഥം മാർക്കറ്റിൽ ഇനിയും വീക്ക്നെസ് വരാം, കൂടുതൽ സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാമെന്നാണ്. വില ഇനിയും താഴാൻ സാധ്യതയുണ്ട്. ആ റീടെസ്റ്റ് നടന്ന് ഫെയിലാവുന്നത് ഈ ബലഹീനതയെ ഒന്നുകൂടി കൺഫേം ചെയ്യുകയാണ്. ഇത് സെല്ലേഴ്സിന് കൂടുതൽ കോൺഫിഡൻസ് കൊടുക്കും. അപ്പോൾ റീടെസ്റ്റ് ഫെയിലിയർ ഒരു പ്രധാന കൺഫർമേഷനായിട്ട് കാണണമല്ലേ, വെറുതെ ബ്രേക്ക് ഡൗൺ കാണുന്നതിനേക്കാൾ? അതെ, ഒരു പരിധിവരെ അതാണ് കൂടുതൽ സേഫ് ആയിട്ടുള്ളൊരു എൻട്രി പോയിന്റ് എന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്നത് ഒരു ഫേക്ക് ബ്രേക്ക് ഡൗൺ ആകാം. അതായത് താഴെ പോയി എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് പെട്ടെന്ന് തിരിച്ച് അതേ ലെവലിന് മുകളിലേക്ക് കയറിപ്പോകാം. അപ്പോൾ നമ്മൾ ട്രാപ്പിലാവും. ഈ റീടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്നത് അങ്ങനെയുള്ള ട്രാപ്പിൽ പെടാനുള്ള സാധ്യത കുറയ്ക്കും. റീടെസ്റ്റ് ഫെയിലാവുമ്പോൾ ആ ബ്രേക്ക് ഡൗൺ ജെനുവിനാണ്, യഥാർത്ഥമാണ് എന്ന് നമുക്ക് കുറച്ചുകൂടി ഉറപ്പിക്കാം. നന്നായി പറഞ്ഞു, അത് ക്ലിയറായി. അപ്പൊ ശരി, നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ ഒന്ന് ഒതുക്കി പറഞ്ഞാൽ, ഒക്ടോബർ 9 ട്രേഡിങ്ങിനായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഈ പ്ലാൻ പറയുന്ന മെയിൻ പിക്ചർ ഇതാണ്. മാർക്കറ്റിൽ പൊതുവെ ഒരു ബേറിഷ് ഫീലുണ്ട്, ഒരിറക്കത്തിന്റെ ലക്ഷണം. പക്ഷേ 25,000 എന്നൊരു സ്ട്രോങ് സപ്പോർട്ട് അടുത്തുള്ളതുകൊണ്ട് അവിടെ നിന്നൊരു താൽക്കാലികമായ തിരിച്ചുകയറ്റത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. ഈ രണ്ട് സാധ്യതകളെയും, ബൗൺസ് സാധ്യതയും ബ്രേക്ക് ഡൗൺ സാധ്യതയും, ഈ പ്ലാൻ അഡ്രസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ ദിവസത്തേക്കുള്ള ക്ലിയർ ട്രിഗർ പോയിന്റുകൾ ഇവയാണ്. 1. ബൈ ചെയ്യാനുള്ള സിഗ്നൽ. വില 25,080 തിരിച്ചു പിടിച്ച് 25,100 മുകളിൽ നല്ല വോളിയത്തോടെ ഒരു കൺഫർമേഷൻ കാൻഡിൽ വന്നാൽ മാത്രം വാങ്ങുക. 2. സെൽ ചെയ്യാനുള്ള സിഗ്നൽ. വില 25,000, 25,020 സോൺ ബ്രേക്ക് ചെയ്ത് തിരികെയുള്ള റീടെസ്റ്റ് ഫെയിലായി 24,980 താഴെ ഒരു ബേറിഷ് കൺഫർമേഷൻ കിട്ടിയാൽ വിൽക്കുക. ഈ രണ്ട് പ്രധാന സിനാരിയോകളാണ് അന്നത്തെ ട്രേഡിംഗ് തീരുമാനങ്ങൾക്ക് ബേസിസ് ആക്കേണ്ടത് എന്ന് പ്ലാൻ പറയുന്നു. അതെ, ഇവിടെയാണ് ഒരു പ്രാക്ടിക്കൽ ചാലഞ്ച് വരുന്നത്. ഈ സിഗ്നലുകളെ നമ്മൾ എങ്ങനെ കൃത്യമായിട്ട് തിരിച്ചറിയും, എങ്ങനെ കൺഫേം ചെയ്യും? കാരണം ട്രേഡിംഗിൽ ലാഭവും നഷ്ടവും തീരുമാനിക്കുന്നതിൽ ഈ കൺഫർമേഷന് വലിയ പങ്കുണ്ട്. ഫോൾസ് സിഗ്നലുകൾ, അതായത് തെറ്റായ സൂചനകൾ ഇഷ്ടം പോലെ വരും. ഉദാഹരണത്തിന് 25,100 മുകളിലേക്ക് വില ഒറ്റയടിക്ക് പോകുന്നത് കണ്ടാൽ നമുക്ക് ആവശ്യം തോന്നും, ചാടിക്കയറാൻ തോന്നും. പക്ഷേ ചിലപ്പോൾ അടുത്ത കാൻഡിൽ തന്നെ വലിയൊരു റെഡ് കാൻഡിലായിട്ട് തിരിച്ച് താഴോട്ട് വന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകാം. ഒരു ജെനുവിൻ ബ്രേക്കൗട്ടിന് സാധാരണയായി നല്ല വോളിയം കാണും. ക്ലോസിംഗ് പ്രൈസ് ആ ലെവലിന് നന്നായി മുകളിലായിരിക്കും. അതുപോലെ തന്നെ ഈ ബ്രേക്ക് ഡൗണിന്റെ കാര്യത്തിലും സംഭവിക്കാമല്ലോ.
25,000 ബ്രേക്ക് ചെയ്തു എന്ന് കരുതി ഷോർട്ട് എടുക്കുമ്പോൾ വില തിരിച്ചു മുകളിലോട്ട് പോകുന്ന അവസ്ഥ. തീർച്ചയായും 25,000 ബ്രേക്ക് ചെയ്യുമ്പോൾ വോളിയം തീരെ കുറവാണെങ്കിൽ ചിലപ്പോൾ ആ നീക്കത്തിന് വലിയ സപ്പോർട്ടില്ല. അതൊരു ബെയർ ട്രാപ്പാകാം, സെല്ലേഴ്സിനെ കുടുക്കാനുള്ളൊരു പരിപാടി. അതുകൊണ്ടാണ് ഈ പ്ലാനിൽ കൺഫർമേഷൻ ക്യാൻഡിലിനും വോളിയത്തിനും ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്. ഏത് എൻട്രി എടുക്കുന്നതിനു മുമ്പും ആ നീക്കത്തെ ശരിവയ്ക്കുന്ന വ്യക്തമായ തെളിവുകൾക്ക് വേണ്ടി കാത്തിരിക്കണമെന്ന് പ്ലാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ചിലപ്പോൾ ഒരു എൻട്രി മിസ്സായാലും ഒരു തെറ്റായ സിഗ്നലിൽ കയറി നഷ്ടം വരുത്തുന്നതിനേക്കാളും നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ശരിയാണ്, ക്ഷമയാണ് പ്രധാനം. കറക്റ്റ് സിഗ്നലിനായി കാത്തിരുന്ന് ട്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഒക്ടോബർ 9 നിഫ്റ്റി 50 ട്രേഡ് പ്ലാനാണ് വിശദമായിട്ട് നോക്കിയത്. മാർക്കറ്റിന്റെ ഒരു സാഹചര്യം, ബെയറിഷ് ട്രെൻഡ്, പിന്നെ ആ 25,000 എന്ന നിർണായക ലെവൽ, വാങ്ങാനും വിൽക്കാനുമുള്ള കണ്ടീഷൻസ്, അതിന്റെ എൻട്രി, ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ് ലെവലുകൾ, കൺഫർമേഷന്റെ പ്രാധാന്യം, ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വിശകലനം ആ ട്രേഡ് പ്ലാനിലെ സാധ്യതകളും തന്ത്രങ്ങളും മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിച്ചു എന്ന് കരുതുന്നു. ഈ ചർച്ച നമ്മളിവിടെ നിർത്തുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം കൂടി പറയാം. ഈ ട്രേഡ് പ്ലാൻ നമ്മൾ കണ്ടതുപോലെ പൂർണ്ണമായും ടെക്നിക്കൽ കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വിലയുടെ ചലനങ്ങൾ, ലെവലുകൾ, വോളിയം, അതൊക്കെ നോക്കിയിട്ടാണ് ഈ പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ്, നല്ലതാണ്. എന്നാൽ യഥാർത്ഥ മാർക്കറ്റ് എപ്പോഴും ഈ ടെക്നിക്കൽ ചാർട്ടുകൾ മാത്രം നോക്കിയല്ലല്ലോ നീങ്ങുന്നത്. ട്രേഡിംഗ് നടക്കുന്ന ആ ദിവസം ഒക്ടോബർ 9 എന്തെങ്കിലും പ്രധാനപ്പെട്ടൊരു സാമ്പത്തിക വാർത്ത വന്നാലോ, അല്ലെങ്കിൽ ലോകത്തെന്തെങ്കിലും അപ്രതീക്ഷിതമായ സംഭവമുണ്ടായാലോ, ഒരു വലിയ രാഷ്ട്രീയ തീരുമാനം വന്നാലോ, അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പ്ലാനിൽ നമ്മൾ പറഞ്ഞ 25,100, 25,000, 24,980 പോലുള്ള ടെക്നിക്കൽ ലെവലുകൾക്ക് എന്ത് സംഭവിക്കാം? അത്തരം വാർത്തകൾ ഈ ലെവലുകളെ കൂടുതൽ ശക്തമാക്കുമോ, അതോ ഈ ലെവലുകൾ പിന്നെ അപ്രസക്തമാകുമോ? വില അതൊന്നും മൈൻഡ് ചെയ്യാതെ മുകളിലേക്കോ താഴേക്കോ പോകുമോ? ഒരു ട്രേഡ് പ്ലാൻ ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ഇത്തരം അപ്രതീക്ഷിത സാഹചര്യങ്ങൾ വന്നാൽ എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ചും ഒരു പ്ലാൻ ബി മനസ്സിലുണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. ഈ ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെന്റൽ ന്യൂസും തമ്മിലുള്ള ഒരു ഇന്റർപ്ലേ, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എപ്പോഴും കൂടുതൽ നല്ലൊരു കാഴ്ചപ്പാട് തരും.